ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായ എൽ നിനോ നിലവിൽ സജീവമായിട്ടില്ല. ഇപ്പോഴും ന്യൂട്രൽ സ്ഥിതിയിലാണുള്ളത്. ഇതോടെ കാലവർഷത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ വർഷാവസാനത്തോടെ എൽ നിനോ പോസിറ്റീവാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിവിധ അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട്. ആയതിനാൽ നിലവിലെ സാഹചര്യത്തിൽ എൽ നിനോ സ്വാധീനം ഇത്തവണത്തെ കാലവർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും നിലവിൽ ന്യൂട്രൽ സ്ഥിതിയിലാണ്. ഒക്ടോബറോടെ ഇത് പോസിറ്റീവിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ടെന്നാണ് സൂചന. അതിനാൽ നിലവിൽ ഇതും കേരളത്തിലെ മഴയുടെ അളവിൽ വലിയ മാറ്റമുണ്ടാക്കില്ലെന്നാണ് കരുതുന്നത്. അതേസമയം മഴയുടെ വ്യാപനത്തെയും ശക്തിയെയും സ്വാധീനിക്കുന്ന MJO നിലവിൽ 4ാം ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇത് വീണ്ടും ഇന്ത്യൻ മേഖലയിലേക്ക് സജീവമായി മടങ്ങിയെത്താൻ ഏകദേശം ഒരു മാസത്തോളം എടുത്തേക്കാമെന്നാണ് കരുതുന്നത്. അതിനാൽ അടുത്ത മാസം 2ാം പകുതിയിൽ കേരളത്തിൽ കൂടുതൽ വ്യാപകവും ശക്തവുമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.